ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അമേരിക്കയിലേക്ക് തിരിക്കും. ഡെലവെയറിലെ വിൽമിംഗ്ടണിൽ നടക്കുന്ന 4ാമത് ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. മറ്റന്നാൾ ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിക്കും. 23-ന് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടക്കുന്ന ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നിരവധി ആഗോള നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ആയിരക്കണക്കിന് വർഷത്തെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിനുള്ള മാർഗ്ഗരേഖയാണ് വിശ്വകർമ്മ യോജനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM വിശ്വകർമ്മ പദ്ധതിയുടെ 1ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ വർദ്ധയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശ്വകർമ്മ പദ്ധതി പ്രയോജനപ്പെടുത്തി കരകൌശല വിദഗ്ധർ സംരംഭകരും ബിസിനസ്സുകാരുമായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവർ പങ്കെടുത്തു. പ്രശസ്ത മലയാള ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യം. 79 വയസ്സായിരുന്നു. അമ്മ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന കവിയൂർ പൊന്നമ്മ 400-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാതൃഭാവമുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ കവിയൂർ പൊന്നമ്മ നാടകത്തിലും ടെലിവിഷനിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നടിയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. 6ാമത് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ കേരളം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയാണ് ഭക്ഷ്യസുരക്ഷാ സൂചിക പുറത്തിറക്കിയത്. തമിഴ്നാട് 2ാം സ്ഥാനത്തും ജമ്മുകശ്മീർ 3ാം സ്ഥാനത്തുമാണ്. തിരുപ്പതി ലഡുവിൽ മായം ചേർത്തെന്ന ആരോപണത്തിൽ കേന്ദ്രം ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് റിപ്പോർട്ട് തേടി. വിഷയവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ഇക്കാര്യം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ പ്രചാരണം ഊർജ്ജിതം. വിവിധ പാർട്ടി നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രചാരണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. BJP നേതാവും ത്രിപുര മുൻ മുഖ്യമന്ത്രിയുമായ ബിപ്ലവ് ദേവ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ, ആസാദ് സമാജ് പാർട്ടി നേതാവ് ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവർ ഇന്ന് പ്രചാരണത്തിനെത്തി. ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വ്യവസായം തുടങ്ങാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി P. രാജീവ്. മറിച്ചുള്ള ധാരണകൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും മന്ത്രി പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ബംഗളൂരുവിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ മുൻനിര നിക്ഷേപകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KYC അപ്ഡേഷന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും തിരുവനന്തപുരം സിറ്റി റേഷനിംഗ് ഓഫീസ് സൌത്തിന്റെ പരിധിയിലുള്ള റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് റേഷനിംഗ് ഓഫീസർ അറിയിച്ചു. ഈ പരിധിയിൽ വരുന്ന AAY, PHH കാർഡുകളിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും റേഷൻ കടകളിലെത്തി അപ്ഡേഷൻ നടത്തേണ്ടതാണ്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഗുണഭോക്താക്കളുടെ KYC അപ്ഡേഷൻ സെപ്റ്റംബർ 24 വരെ നടക്കും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ വിവിധ സ്ഥാപനങ്ങൾ ചേർന്ന് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കേരള ലക്ഷദ്വീപ് മേഖലാ മേധാവി V. പളനിച്ചാമി പരിപാടിക്ക് നേതൃത്വം നൽകി. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി വൃക്ഷത്തൈയും നട്ടു. തുടർന്ന് ജീവനക്കാർ സ്വച്ഛതാ പ്രതിജ്ഞയെടുത്തു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ V. പാർവതി, പബ്ലിക്കേഷൻ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സുധാ നമ്പൂതിരി, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ശുചിത്വ യജ്ഞം സംഘടിപ്പിക്കും. തിരുവനന്തപുരം നഗരസഭ, വോളണ്ടിയർ ഫോർ ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെ കോവളം, വേളി, വെട്ടുകാട് തീരങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനാചരണം, പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ആഘാതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കൽ തുടങ്ങിയവയാണ് പരിപാടിയുടെ ലക്ഷ്യം. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 2ാം ദിനം കളി അവസാനിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് 308 റൺസിന്റെ ലീഡ്. 2ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 376 റൺസ് പിന്തുടർന്ന് ഇറങ്ങിയ ബംഗ്ലാദേശിന്റെ ആദ്യ ഇന്നിംഗ്സ് 149-ൽ അവസാനിച്ചിരുന്നു. 2025 മാർച്ച് മാസത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സൌകര്യം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. 25 താലൂക്ക് ആശുപത്രികളിലാണ് ഇനി ഡയാലിസിസ് ചികിത്സ ആരംഭിക്കുവാൻ ഉള്ളത്. പറവൂർ നിയോജക മണ്ഡലത്തിലെ 74 ലക്ഷം രൂപയുടെ 2 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 10 രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് കൂടി മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നികുതി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സംസ്ഥാനത്തെ 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന മന്ത്രിസഭയിലെ NCP മന്ത്രിസ്ഥാനം സംബന്ധിച്ച് AK ശശീന്ദ്രൻ, തോമസ് K. തോമസ്, PC ചാക്കോ എന്നീ നേതാക്കൾ NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ചർച്ച നടത്തി. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കുട്ടനാട് MLA തോമസ് K. തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കും എന്നാണ് വിവരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.